ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ എക്സ്ട്രാ പ്ലഗ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ റൂമുകളിലാണെങ്കിലും പല സ്ഥലങ്ങളിലും നമ്മൾ എക്സ്ട്രാ പ്ലഗുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്ലഗിൽ നമുക്ക് എങ്ങനെ കണക്ഷൻ കൊടുക്കാമെന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്തത്. ഇത് ഗോൾഡ് മെഡലിൻ്റെ അതായത് ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡലാണ്. ഇതിപ്പോൾ ഈ കാണുന്നത് പച്ച വയറാണ്. ഈ പച്ച വയർ എപ്പോഴും എർത്തായിട്ടാണ് കോമൺലി വരുന്നത്. കോമൺലി അതിൻ്റെ സ്റ്റാൻഡേർഡ് അങ്ങനെ തന്നെയാണ്. ഇനി ബ്ലാക്ക് വരുന്നത് ഒരു പ്ലഗിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മളെപ്പോഴും കൊടുക്കേണ്ടത്. അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആ പ്ലഗിൽ എൻ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. എൻ എന്ന് ആ സൈഡിൽ മാർക്ക് ചെയ്തേക്കണതിൽ ന്യൂട്രലാണ് ഉദ്ദേശിക്കുന്നത്. അത് ബ്ലാക്ക് വയറാണ് വരുന്നത്. അതായത് എൻ ഉദ്ദേശിക്കുന്നത് ന്യൂട്രൽ. അതായത് ലെഫ്റ്റ് സൈഡിൽ വേണം, എപ്പോഴും പ്ലഗിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേണം ന്യൂട്രൽ നമുക്ക് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ എർത്ത് കൊടുത്തു, ന്യൂട്രൽ കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഫേസ് വയറാണ്. ഈ ഫേസ് വയറാണ് ഡയറക്റ്റ് ഫേസ് വരുന്നത്. ആ ഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഡയറക്റ്റ് ഫേസ് വരുന്നത് കണ്ടോ, നിങ്ങൾക്ക് ടെസ്റ്റർ തെളിയുന്നത് കാണാൻ സാധിക്കും. ഫേസ് വയർ വരുന്ന സമയത്ത് സ്വിച്ചിൻ്റെ താഴെ നമ്മൾ കൊടുത്തു. ഇതിപ്പോൾ ഒരു ലൈറ്റും കൂടി നമ്മൾ കൊടുക്കുന്നതുകൊണ്ട്, ഒരു സ്വിച്ച് കൂടി ഉള്ളതുകൊണ്ട്, രണ്ട് സ്വിച്ചും ഒരേ ഫേസ് തന്നെ ആയതുകൊണ്ട് നമ്മൾ ലിങ്ക് ചെയ്തു. അതായത് ആ സ്വിച്ചിൻ്റെ താഴെ നിന്നും അടുത്ത സ്വിച്ചിൻ്റെ താഴേക്ക് സെയിം വെയർ തന്നെ ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഓൾറെഡി ഇതിപ്പോൾ പ്ലഗിൻ്റെ സ്വിച്ച് തൊട്ടപ്പുറത്തെ വരുന്നത് നമ്മുടെ ലൈറ്റിൻ്റെ ഒരു സ്വിച്ചാണ് വരുന്നത്. ലൈറ്റിന് നമ്മളൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ ആ സപ്ലൈ ഓൾറെഡി സ്വിച്ചിൻ്റെ മുകളിലേക്ക് വരുന്നു. സ്വിച്ചിൻ്റെ മുകളിലെ പോളിലേക്ക് വന്നതിന് ശേഷം ഒരു വയർ നമ്മൾ ലിങ്ക് ചെയ്ത്, അതായത് ഇതിൻ്റെ എൽ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പോളിലേക്ക് വരുന്നു. അതായത് എൽ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ലീഡ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, എൽ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് വരുന്നു. അതായത് ഫേസ് നമ്മൾ സ്വിച്ച് വഴി കൺട്രോൾ ചെയ്തിട്ടാണ് വരുന്നത്. അതായത് സ്വിച്ച് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും ഈ ഫേസ് കൺട്രോൾ ചെയ്തിട്ടാണ് എപ്പോഴും നമ്മുടെ പ്ലഗുകളിലേക്ക് വരുന്നത്. അങ്ങനെയാണ് സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലഗ് ഓഫ് ആവുന്നതിൻ്റെ കാര്യം അതാണ്. അത് കൊടുക്കേണ്ടത് റൈറ്റ് സൈഡിൽ തന്നെയാണ്. പ്ലഗിൻ്റെ റൈറ്റ് സൈഡിൽ വേണം എപ്പോഴും ഫേസ് നമുക്ക് കൊടുക്കാനായിട്ട്. അത് സ്റ്റാൻഡേർഡാണ്. അതായത് പ്ലഗിൻ്റെ റൈറ്റ് സൈഡ് തന്നെ ഫേസ് നമുക്ക് കൊടുക്കണം. ഇത് കാണുന്നത് ചൈൽഡ് ലോക്ക് എന്ന സിസ്റ്റമാണ്. അതായത് പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കുട്ടികൾ അതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് അതിൽ കുത്തി എന്തെങ്കിലും കഴിഞ്ഞ് ഷോക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ലോക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ 3 പിൻ അതുപോലെ ഉപയോഗിക്കുന്ന സമയത്ത്, ആ പിന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ആ ലോക്ക് മാറിയിട്ട് മാത്രമേ കണക്ഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ. അതൊരു ലോക്കിംഗ് സിസ്റ്റത്തേക്കാൾ ഉപരി ഒരു സേഫ്റ്റി സിസ്റ്റം കൂടിയാണ്. അതായത് നമ്മൾ ആ ഉപയോഗിക്കുന്ന സമയത്ത് സേഫ്റ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അങ്ങനെ തന്നെ അവർ കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു മോഡൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴും സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പ്ലഗിൻ്റെ റൈറ്റ് സൈഡ് ആയിരിക്കണം എപ്പോഴും ഫേസ് കൊടുക്കേണ്ടത്. അതിൽ സ്വിച്ച് വഴി കൺട്രോൾ ചെയ്ത് വരുന്ന ഫേസ് എപ്പോഴും കൊടുക്കേണ്ടത് റൈറ്റ് സൈഡ് ആയിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഇത് ഉപകാരപ്പെടുന്ന ആളിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.